ഹായ് ഓൾ. അപ്പോൾ ദാ ഈസ്റ്റർ വിശേഷങ്ങളാട്ടോ. ഈസ്റ്റർ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിന്നറിയാം, പക്ഷെ ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ടാട്ടോ വീഡിയോസ് ഇടാൻ വൈകി പോയത്. അപ്പോൾ ദാ നമ്മൾ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്റ്റൂ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ആട്ടോ. രാവിലെ എണീക്കാൻ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ എണീറ്റിട്ട് ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും ഒരു നേരം ആകുന്നതുകൊണ്ട് രാത്രി തന്നെ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കി വെച്ചു. ഇനി രാവിലെ ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയാണല്ലോ, അതുകൊണ്ട് രാത്രി നമ്മളിതാ എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് നാളെ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് പിന്നെ നാളെ നമുക്ക് കുഴപ്പമില്ലല്ലോ, ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നമുക്ക് എന്തായാലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ സ്റ്റൂ ഒക്കെ നമ്മൾ പെട്ടെന്നൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മളിതാ താഴെ വരെ ഒന്ന് പോവുക കേട്ടോ. നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. പപ്പയുടെ അനിയൻ ഇവിടെ ദുബായ് തന്നെയാട്ടോ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പാപ്പൻ ഈ പ്രാവശ്യം നമ്മുടെ കൂടെ ഈസ്റ്റർ ആഘോഷിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ താഴെ എത്തിക്കുന്നു പറഞ്ഞപ്പോൾ ഞങ്ങളിതാ വിളിക്കാൻ പോകുന്നു കേട്ടോ. നമുക്കിങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോഴേ നമുക്ക് വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യൂലേ, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ദിവസങ്ങൾ വരുമ്പോൾ വീട് നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരാൾ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ ഞാൻ പാപ്പ വന്നിട്ട് പിന്നെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു മൂവിയൊക്കെ കണ്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ജോളിയായിട്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും. ഈസ്റ്റർ ആയിട്ട് നല്ല 8ന്റെ പണി കിട്ടിയിട്ടോ. നല്ല പനി പിടിച്ചിട്ടുണ്ട്. രാത്രി ഫുൾ എനിക്ക് വയ്യായിരുന്നു, ശരീരം വേദനയും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോഴും സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ. പനിയൊക്കെ ഓക്കെ ആയി, പക്ഷെ ഞങ്ങളുടെ സൗണ്ടൊന്നും ശരിയായി വന്നിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ വൈകിയത്. നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റൂ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചത് കൊണ്ട് വലിയ പണിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കോഫി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു ആശ്വാസം ആവുമല്ലോ. സ്റ്റൂവിലേക്ക് വേണ്ടിയിട്ടുള്ള കാഷ്നട്ട് മുന്തിരിയൊന്നും നമ്മൾ വറുത്തിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് വറുത്തിട്ടിട്ടതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഈസ്റ്റർ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുക അല്ലേ, നമ്മുടെ വീട്ടിലുണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയല്ലേ. ഇച്ചി എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ 2 പേരും കൂടി ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മട്ക ബിരിയാണി ആട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാപ്പനുള്ളതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. പാപ്പൻ അങ്ങനെ പോവാറായിട്ടോ. ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ആളിതാ റെഡി ആയിട്ടുണ്ട്. വന്ന് പോയി എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് സമയം പോയിട്ടോ. ഇനി വന്നോന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാപ്പനോട്. ഇനി വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. വരികയാണെങ്കിൽ ഞാൻ വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പാപ്പൻ അങ്ങനെ പോവുകയാണ്. നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ 2-3 ദിവസത്തൊക്കെ എനിക്കും വാവയ്ക്കും നല്ല പനിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ നമ്മളുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ.